എൻ്റെ പൊന്നോ, എന്താ ഒരു മണം! ആ വാഴയില തുറക്കുമ്പോഴുള്ള ഒരു മണമുണ്ടല്ലോ. ഓ, ഒരു രക്ഷയില്ല. ആ വാഴയിലയിൽ പൊതിഞ്ഞ ചോറ്, ചമ്മന്തി, മുട്ടയും ഒക്കെ കൂട്ടിയ ഒരു പൊതിച്ചോറ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പം ഇന്നത്തെ എൻ്റെ ഈ പൊതിച്ചോറിൻ്റെ വിശേഷങ്ങളുമായിട്ട് വരാം. അപ്പം എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പം കുറേ ദിവസം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു പൊതിച്ചോറ് തയ്യാറാക്കണമെന്ന്. അതിനുവേണ്ടി ഞാൻ കുറച്ച് വാഴയിലയൊക്കെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് വാടിപ്പോകുന്നതിന് മുമ്പേ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കളയാമല്ലോ എന്ന് കരുതി. അപ്പം ഞാൻ പൊതിച്ചോറിനായിട്ട് ആദ്യം ഒരു മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കുറച്ച് വഴുതനങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നത് നാടൻ വഴുതനങ്ങയാണ്. പൊതിച്ചോറൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുണ്ട്? എല്ലാവർക്കും വാഴയിലയിലൊക്കെ പൊതിഞ്ഞ പൊതിച്ചോറ് കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇന്ന് മെഴുക്ക് പുരട്ടിക്കായിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിനകത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നല്ലതായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ അതിലേക്ക് ആ ഒരു മസാലയെല്ലാം നല്ല രീതിയിലൊന്ന് പിടിക്കും. അപ്പം അധികം ഒന്നും കുഴഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ നമുക്കത് കിട്ടുകയും ചെയ്യും. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും അതിലേക്ക് അല്പം കടുവും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പം കടുവെല്ലാം നല്ല രീതിയിലൊന്ന് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മസാലയെല്ലാം നേരത്തെ തന്നെ പുരട്ടിയത് കൊണ്ട് ഇത് എല്ലാം അതിൽ തന്നെ യോജിച്ച് കിട്ടും. ഇനി ഇതിലേക്ക് ഉപ്പൊന്നും നമ്മൾ ഇട്ട് കൊടുക്കുകയൊന്നും വേണ്ട. ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാടൊന്നും വേവേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. ഇനി ഇതിനെ ഞാൻ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അത് കരിഞ്ഞൊന്നും പിടിക്കാതിരിക്കാനാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഒട്ടും തന്നെ കുഴഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ഞാൻ തോരനാണ് ഉണ്ടാക്കുന്നത്. തോരന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കുക. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ആവശ്യത്തിന് നമ്മൾ എത്രമാത്രമാണോ തോരത്തിനുള്ള ഇത് എടുക്കുന്നത് അതിനനുസരിച്ച് മാത്രം ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ അതിലേക്ക് തേങ്ങയിലേക്ക് കുറച്ച് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് അല്പം മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഈ ഒരു തോരൻ തയ്യാറാക്കുന്ന വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. പിന്നെ കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഈ ഒരു സമയം നമ്മുടെ മെഴുക്കുവരട്ടിയൊക്കെ എന്തായെന്ന് നോക്കാം. ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. എന്നാലും കുറച്ച് നേരം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടുകയും ചെയ്യും. അധികം എണ്ണയോ ഒന്നും ആവശ്യമില്ല. അപ്പം ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. മെഴുക്കുവരട്ടിയെല്ലാം നല്ല രീതിയിൽ ഒന്ന് തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. അപ്പം ഞാനിത് മുരിങ്ങയിലയുടെ തോരനാണ് തയ്യാറാക്കുന്നത്. അപ്പം ഞാനിത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുരിങ്ങയിലയായിരുന്നു. എല്ലാം നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ ഈ ഒരു മുരിങ്ങയില തോരൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് പോയി എല്ലാവരും ഒന്ന് കണ്ട് അതേപോലെ ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റായിട്ട് ഉള്ള ഒരു മുരിങ്ങയില തോരനാണ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാൻ വീഡിയോ നേരത്തെ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാനത് വിശദമായിട്ട് പറയാത്തത്. അപ്പം എല്ലാ കൂട്ടുകാരും ഒന്ന് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണണേ. വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. പുതുതായിട്ട് കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവുക. അവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടിട്ട് വീഡിയോസ് കാണുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല നല്ല വീഡിയോസ് എല്ലാം ഞാൻ എൻ്റെ ഈ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. മീൻ പൊരിക്കാനാണ്. നല്ല ചൂരമീനൊക്കെ ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇനി ഒന്ന് പൊരിച്ചെടുക്കാം. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും മീനെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മസാലയായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് പെരുംജീരകപ്പൊടി, അല്പം കുരുമുളക് പൊടി, ഉപ്പും എല്ലാം കൂടി ഇട്ട് പുരട്ടി വെച്ചതാണ് ഈ ഒരു മീൻ പുരട്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാം മീനെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇനി ഒന്ന് പൊരിഞ്ഞ് വരട്ടെ. എന്നിട്ട് നമുക്കതിനെ തിരിച്ചിട്ട് കൊടുക്കാം.
ഇതാ ഒരു സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് അതിനെ ഒന്ന് വേവിച്ചെടുക്കാം. പഴയ ഒരു കാലത്തിലേക്ക് ഓർമ്മ വരും, നമ്മുടെ സ്കൂൾ കാലമൊക്കെ ഓർമ്മ വരും. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ഒരു പൊതിച്ചോറൊക്കെ തയ്യാറാക്കി കഴിക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റ് ഇല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊതിച്ചോറൊക്കെ. ഇതാ ഇനി അടുത്തതായിട്ട് ഞാൻ ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത്. ചമ്മന്തിയിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നത് മാങ്ങാ ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ മാങ്ങ ഉള്ളത് കൊണ്ടാണ് ഞാൻ മാങ്ങാ ചമ്മന്തി തയ്യാറാക്കിയത്. നിങ്ങൾ ഏത് തരത്തിലുള്ള ചമ്മന്തി വേണമെങ്കിലും തയ്യാറാക്കാം. അപ്പം മാങ്ങയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് മുളക് പൊടി, ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം അമ്മിയിൽ അരച്ചെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പം എൻ്റെ കയ്യിൽ അമ്മി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നല്ല അടിപൊളിയായിട്ടുള്ള മാങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു ആ ഒരു മാങ്ങാ ചമ്മന്തി കേട്ടോ. പിന്നെ പണ്ട് എൻ്റെ ഉമ്മ ഉള്ള സമയത്തൊക്കെ എന്ന് വെച്ചാൽ ഇതുപോലെ അമ്മിയിൽ ഇങ്ങനെ ചമ്മന്തിയൊക്കെ അരച്ചിട്ട് അതിൻ്റെ അവസാനവും ആ അമ്മി ഒന്ന് കഴുകുന്ന ഒരു വെള്ളമുണ്ട്. ആ ഒരു വെള്ളം കിട്ടാൻ ഞങ്ങൾ ഭയങ്കര അടിയാണ് അവിടെ. അത് ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ് അത് കൂട്ടി ചോറ് കഴിക്കാനൊക്കെ. ഇപ്പം പറഞ്ഞപ്പോഴേ എൻ്റെ വായിക്കൂടെ വെള്ളം വന്നിട്ട് വയ്യ കേട്ടോ. ഭയങ്കര ടേസ്റ്റാണത്. അപ്പം ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഓംലെറ്റ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്. സവാളയിലേക്ക് പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിരിക്കുകയാണ്. ഇതൊക്കെ എല്ലാവർക്കും തയ്യാറാക്കാൻ അറിയാമായിരിക്കാം, എന്നാലും ഞാൻ എൻ്റെതായ രീതിയിൽ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാം എന്തൊക്കെ തയ്യാറാക്കിയെന്ന് നിങ്ങളും കൂടെ അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ടും കൂടാണ് ഞാൻ ഇതും കൂടെ ചെയ്യുന്നത്, കാണിച്ചു തന്നത്. നന്നായിട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ മുട്ട അടിച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഓംലെറ്റ് ഇല്ലാതെ എന്താണ് ഒരു പൊതിച്ചോറില്ലേ. അടിപൊളി ടേസ്റ്റായിരുന്നു സത്യമായിട്ട്. ആ ഒരു വാഴയില തുറക്കുമ്പോഴുള്ളൊരു മണമുണ്ടല്ലോ, പൊന്നോ ഒന്നും പറയണ്ട, എന്തോ ഒരു ടേസ്റ്റായിരുന്നു. 2 വാഴയില മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ 2 പൊതിയേ തയ്യാറാക്കിയുള്ളൂ. എന്നാലും എല്ലാവർക്കും കൊടുക്കാനും പറ്റി. എല്ലാവർക്കും കൊടുക്കാനെന്ന് വെച്ചാൽ ഞങ്ങൾ 3 പേരേ ഉള്ളായിരുന്നു അന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ. അപ്പം ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ ആ 2 പൊതി നല്ല ധാരാളമായിരുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ ഇതാ മുട്ടയൊക്കെ ഒന്ന് മൊരിഞ്ഞു വന്നപ്പോഴത്തേക്കിന് ഇനി നമുക്കതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മുട്ടയൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഐറ്റമായ വാഴയില അതൊന്ന് വാട്ടിയെടുക്കണം. വാട്ടിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ വാഴയില പൊട്ടാതെ നമുക്ക് നല്ല രീതിയിൽ പൊതിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴുള്ള കുട്ടികൾക്കൊക്കെ എന്ന് വെച്ചാൽ പൊതിച്ചോറുണ്ടാക്കാനോ പൊതിയാനോ ഒന്നും അറിയത്തില്ലെന്ന്. പക്ഷേ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതേ രീതിയിലൊന്ന് നോക്കിയാൽ മതി പൊതിയുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ. ഇപ്പം നമുക്ക് ഒരു കാര്യം അറിഞ്ഞുകൂടാന്ന് പറഞ്ഞിരുന്നാൽ ഒരിക്കലും അറിയത്തില്ല. നമ്മളെല്ലാം പരിശ്രമിച്ചാൽ മാത്രമേ വിജയം കണ്ടെത്തുള്ളൂ. വാട്ടിയെടുത്ത വാഴയിലയിലേക്ക് ചോറിട്ട് കൊടുക്കുകയാണ്. ചോറൊന്നും വേവിക്കുന്ന ഞാൻ വീഡിയോ കാണിച്ചിട്ടില്ല. അപ്പം നല്ല വെളുത്ത ചോറും അതിലേക്ക് മുരിങ്ങയില തോരൻ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ മെഴുക്കുവരട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചമ്മന്തിയും വെച്ച് കൊടുത്തു. എന്താ ഒരു അടിപൊളിയായിരുന്നു. എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക്. സത്യമായിട്ട് 100% ഞാൻ ഉറപ്പ് തരികയാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ മുട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ തയ്യാറാക്കിയ പൊരിച്ച മീനും കൂടെ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് മാങ്ങ അച്ചാറുണ്ടായിരുന്നു, അതും കൂടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ടുള്ള അടിപൊളി പൊതിച്ചോറാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. ആ മാങ്ങാ ചമ്മന്തിയുടെ ഒരു ടേസ്റ്റ് ഒന്ന് പറയേണ്ടതാണ് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് നല്ല രീതിയിലൊന്ന് പൊതിഞ്ഞെടുക്കാം. 2 സൈഡിൽ നിന്നും ഇങ്ങനെ വാഴയില ഇങ്ങോട്ട് എടുത്തിട്ട് അതിനെ ഒന്ന് പൊതിഞ്ഞെടുത്താൽ മതി. ഈ ഒരു രീതിയിൽ സിമ്പിളായിട്ട് എത്ര അറിഞ്ഞുകൂടാത്തവർക്കും പെട്ടെന്ന് തന്നെ നമുക്ക് പൊതിഞ്ഞെടുക്കാൻ പറ്റും. ഈ രീതിയിലൊന്ന് പൊതിഞ്ഞാൽ മാത്രം മതി. വാഴയില ഒട്ടും തന്നെ പൊട്ടിപ്പോകുകയോ ഒന്നും ചെയ്തില്ല. അതപ്പോൾ നമ്മൾ വാട്ടിയെടുക്കണ കണക്ക് ഇരിക്കും ആ വാഴയില പൊട്ടാതെ പൊതിയാൻ നല്ല രീതിയിൽ പൊതിഞ്ഞെടുക്കാൻ പറ്റുന്നത്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് പൊതിഞ്ഞെടുത്തുണ്ടോ. ഇനി ഒരു ഷീറ്റ് പേപ്പറിലേക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ടും പൊതിഞ്ഞെടുക്കാം. നല്ല രീതിയിൽ ഒതുക്കി പൊതിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ചെറിയൊരു പൊതിയായിട്ട് പൊതിഞ്ഞെടുക്കാൻ പറ്റും.
അപ്പോൾ ഇതേപോലെ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കുക. അറിഞ്ഞൂടാന്ന് പറഞ്ഞ് ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ എത്രമാത്രം ഓരോ കാര്യങ്ങളും ചെയ്ത് ചെയ്ത് നോക്കുമ്പോൾ ആദ്യം കുറേ പ്രാവശ്യം ശരിയായില്ലെങ്കിൽ പിന്നീട് ശരിയായിക്കോളും. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള പൊതിച്ചോറ് ഇതാ തയ്യാറായിട്ടുണ്ട്. ഇനി കഴിക്കുന്നത് കാണിച്ചു തരാം. അങ്ങനെ ഇതാ ഞാൻ 2 പൊതിയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഉച്ചയ്ക്ക് കഴിക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരാം. ഇതാ കണ്ടോ. അപ്പോൾ ഒരു പൊതിയിൽ ഞാനും മോളും കൂടെ കഴിച്ചു, ഒരു പൊതി മോനും കൊടുത്തു. അടിപൊളി, എന്താ ഒരു മണമെന്നറിയാമോ? ആ ഒരു പൊതി തുറക്കുമ്പോഴുള്ളൊരു മണം, എൻ്റെ അല്ലാ പടച്ചോനെ, എന്താ ഒരു മണം, ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റ് വരുന്നു കേട്ടോ. അപ്പം എനിക്കിത് പറയുമ്പോൾ, എനിക്ക് വോയിസ് കൊടുക്കുമ്പോൾ തന്നെ എൻ്റെ വായിക്കൂടെ വെള്ളം വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് വരുന്നു. അപ്പോൾ ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യണേ. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി പുതിയ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.